ഞാൻ വീണ്ടും വന്നത് ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വട്ടം ഇട്ട വീഡിയോസിൻ്റെ ആ ഫ്ലവർ മേക്കിംഗ് ആണ് ഇന്നത്തെ വീഡിയോ. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇതാ ഇങ്ങനത്തെ കവറുകളുണ്ടല്ലോ, നമ്മുടെ കോട്ടൺ കവറുകൾ. പെറ്റൽസ് വരുന്ന ഭാഗം പുറത്ത് കാണത്തുള്ളൂ, അല്ലാത്ത പ്രിൻറ്റിങ് ഉള്ള ഭാഗമോ അതൊന്നും പുറത്ത് കാണില്ല. നമ്മളത് ഫുള്ള് ടേപ്പിട്ട് ചുറ്റുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഭാഗവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം ഒരു കവറിനെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അത്രത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയും 12 ഇഞ്ച് നീളവുമാണ് ഇത് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് പ്രിൻ്റ് കാണുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് ക്ലിയർ ആക്കുക. ജസ്റ്റ് ചെറിയ ചെറിയ സൈഡൊക്കെ ഉണ്ടല്ലോ, ആ സൈഡൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കുക. ആ മടക്കേൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ സെൻറ്ററിൽ കൂടെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഫ്ലവർ വേണ്ട, അതായത് പ്രിൻ്റ് ഇല്ലാത്ത ഭാഗം ഫുള്ള് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് വെറും തിന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും തിന്നായിട്ട് കട്ട് ചെയ്യുക കേട്ടോ. കുറച്ചുകൂടെ ഭംഗിയതാണ്. ഞാൻ കുറച്ച് വീതിക്ക് നോക്കിയിട്ടുണ്ട്, ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭംഗി തോന്നിയത് ഇത്ര ചെറിയ തിന്നായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ്. അങ്ങനെ അത് ഫുള്ള് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നൂത്ത് കഴിയുമ്പോഴത്തേന് ആ മടക്കിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്യാതെ പോലെ തോന്നും. നമ്മൾ കട്ട് ചെയ്ത പക്ഷെ മടക്ക് വരുമ്പോഴത്തേന് കട്ടിങ് അവിടെ കറക്റ്റാവില്ല. അപ്പോൾ നൂത്ത് വെച്ചിട്ട് അത് മാത്രമായിട്ടൊന്ന് നന്നായിട്ട് കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണേ. ഒരു ഫുൾ വയർ എടുത്തിട്ട് അതിനെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് 3 ഫ്ലവറാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിന് സ്റ്റിക്കായി വെക്കാനായിട്ട് ഞാൻ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്കാക്കുന്നത്. ഇങ്ങനെ ഞാൻ ഒന്ന് സ്റ്റിക്ക് ചെയ്തിട്ട് ഫുള്ളൊന്ന് ചുറ്റെടുക്കണം. ജസ്റ്റ് ടൈറ്റ് ചെയ്ത് തന്നെ എടുക്കാം കേട്ടോ. ടൈറ്റ് ചെയ്ത് തന്നെ ചുറ്റി എടുക്കാമേ. ആ കറക്റ്റ് ലെവലിൽ തന്നെ എടുക്കണം. ആ ലാസ്റ്റ് എഡ്ജൂടെ ഒന്ന് ഗ്ലൂ ഇട്ടൊന്ന് ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് വയ്ക്കുക. പിന്നെ നമുക്ക് ടേപ്പ്, ഫ്ലോറൽ ടേപ്പ് ചുറ്റി ഫുൾ എടുക്കുക. ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ആ ഒരു കനം കൂടുതൽ കാണും ആ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ട് വേണം ഒന്ന് ചുറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനും ഇളകിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ഒന്ന് പിടിച്ചിട്ട് വേണം ഒന്ന് ക്ലിയറാക്കി എടുക്കാനും. ഓക്കെ, ഇതാ ഇങ്ങനെയാണ് ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതുപോലെ ഞാൻ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഞാൻ ആദ്യം കാണിച്ച ഒരു യെല്ലോ കവർ ഉണ്ടല്ലോ, ആ യെല്ലോ കവറും കുറേ ഞാൻ അതിൽ മാക്സിമം വെട്ടാൻ പറ്റുന്ന അത്രയും പീസുകളും കൂട്ടത്തിൽ കുറേ കുഞ്ഞു കുഞ്ഞു പീസുകളും അതും എല്ലാം വെട്ടിയെടുത്ത് ഞാൻ ഫ്ലവേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അതിൻ്റെ ലീഫാണ്. ലീഫ് ഞാൻ ക്രീപ്പ് പേപ്പറാണ് യൂസ് ചെയ്തത്. ക്രീപ്പ് പേപ്പർ ഉള്ളത് കൊണ്ടാണ് ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ ലീഫ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അതും ലുക്കാണ്. ഇതിൻ്റെ സൈസ് എടുത്തത് 1x7 സെൻറ്റിമീറ്ററിലാണ് ഞാൻ സൈസ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ 4 സൈഡൊന്ന് കട്ട് ചെയ്യുമ്പോഴത്തേന് ഏകദേശം ലീഫിൻ്റെ ഷേപ്പിൽ തന്നെ വരും. ലീഫ് ഒട്ടിക്കേണ്ട ഭാഗത്തായിട്ട് കുറച്ച് ഗ്ലൂ തേച്ചിട്ട് സ്റ്റെമ്മിൽ നമ്മൾ ഒട്ടിച്ച് വെക്കുക. ലീഫിന് ഒരു ചെറിയൊരു വളവ് വേണമെന്നുണ്ടെങ്കിൽ ആ നൈഫോ ഞാൻ കത്രിക ഉപയോഗിച്ചത് അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇതൊരു ചെറിയ ലീഫാണ്. ഇത് ഏകദേശം ഒരു 1 സെൻറ്റിമീറ്റർ ഉണ്ട് 1 ഇഞ്ച് അത്ര സൈസേ വരുന്നുള്ളൂ. അതും ഫ്ലവറിലൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിൻ്റെ ലീഫ് ജസ്റ്റ് ഒന്ന് വളച്ചു കൊടുത്തേരെ ഒരു ഭംഗി, അത്രേ ഉള്ളൂ. ലീഫ് ചെറുതും വലുതുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എല്ലാത്തിലും വെച്ച് കൊടുക്കുക. അപ്പോൾ എല്ലാ ഫ്ലവേഴ്സിനും ആ ലീഫ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാനുണ്ട്, പിന്നെ കുറേയൊക്കെ മടിയുണ്ട്. എനിക്ക് മടി കാരണം ഞാൻ മാറ്റി വെക്കാറുണ്ട് പല കാര്യങ്ങൾ. അങ്ങനെ കുറച്ച് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു ക്രാഫ്റ്റ് വർക്ക്സായിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.